നമസ്കാരം, ന്യൂസ് ചെക്കിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാനപ്പെട്ട 10 വാർത്തകളൊന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്നതിനായി UK, ജപ്പാൻ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ $6.1 ബില്യൺ കരാർ ഒപ്പുവെച്ചു. ഗ്ലോബൽ കോമ്പാക്ട് എയർ പ്രോഗ്രാം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമായാണ് വൻ നിക്ഷേപം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബ്രിട്ടന്റെ BAE സിസ്റ്റംസ്, ഇറ്റലിയുടെ ലിയാനാർഡോ, ജപ്പാന്റെ JAIEC എന്നീ കമ്പനികൾ ചേർന്നുള്ള എഡ്ജിംഗ് എന്ന സംയുക്ത സംരംഭമാണ് വിമാനങ്ങൾ നിർമ്മിക്കുന്നത്. 2035ഓടെ ഈ യുദ്ധവിമാനങ്ങൾ വ്യോമസേനകളുടെ ഭാഗമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ കാരണഭൂതം സാറാണ് ഇപ്പോഴും കേരളം ഭരിച്ചിരുന്നെങ്കിൽ നമ്മൾ 7ാം തലമുറ K യുദ്ധവിമാനം പദ്ധതി പ്രഖ്യാപിച്ചനെ. പക്ഷേ യോഗമില്ല കൈവി. അയത്തുള്ള അലി ഖമനയുടെ വിലാപയാത്രക്കിടെ നാടകീയ പ്രതികരണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഖമനയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഇറാന്റെ ഉന്നത നേതൃത്വം മുഴുവൻ ഒത്തുകൂടിയിട്ടുണ്ട് എന്നും ഒരൊറ്റ വ്യോമാക്രമണം കൊണ്ട് അവരെയെല്ലാം ഒന്നടങ്കം ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ വരാനിരിക്കുന്ന സമാധാന ചർച്ചകൾക്ക് പുറത്ത് ഒരു നേതൃത്വം ആവശ്യമായതിനാലാണ് തങ്ങൾ അതിന് മുതിരാത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്താരാഷ്ട്ര മാധ്യമമായ ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇറാൻ ഭരണകൂടത്തെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ട്രംപ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഒറ്റയടിക്ക് എല്ലാത്തിനെയും കൂടി കാച്ചുന്നതിൽ ഒരു ത്രില്ലില്ല, ഇഞ്ചിഞ്ചായി തീർക്കണമെന്ന് നെതന്യാഹു പറഞ്ഞത് കൊണ്ടാവും. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉയർത്തിയ അഴിമതി ആരോപണങ്ങളെല്ലാം വിഴുങ്ങി UDF സർക്കാർ ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ കരാർ എടുക്കുന്നതിനുള്ള അനുമതി നീട്ടി നൽകി. ഊരാളുങ്കലിൻ്റേത് അടക്കം 46 ഏജൻസികളുടെ അനുമതിയാണ് നീട്ടി നൽകിയത്. ടെൻഡർ ഇല്ലാതെ സർക്കാർ ജോലികളുടെ കരാർ എടുക്കാനുള്ള അനുമതിയാണ് സർക്കാർ നീട്ടി നൽകിയത്. കഴിഞ്ഞ മെയ് 31 ഊരാളുങ്കലിൻ്റേത് അടക്കം കാലാവധി കഴിഞ്ഞിരുന്നു. ഈ മാസം അവസാനം വരെ നീട്ടിയാണ് ധനവകുപ്പ് പുതിയ ഉത്തരവിറക്കിയത്. അതിപ്പോൾ വലിയ ഇഷ്യൂ ഒന്നും ആക്കണ്ട. ഭരണത്തിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് അദാനി നല്ല അദാനി, പ്രതിപക്ഷത്താകുമ്പോൾ മോശം അദാനി, അങ്ങനെ കണ്ടാൽ മതി. തെറ്റ് തിരുത്തിയാൽ TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും പാർട്ടിയിലേക്ക് തിരികെ വരുന്നതിൽ തടസ്സമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തുപോയ MV രാഘവനെയും KR ഗൗരിയമ്മയെയും വരെ അവസാന കാലത്ത് സ്വീകരിച്ചിട്ടുണ്ട്. നയപരമായ തെറ്റുപറ്റിയെന്ന് കരുതി ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോകില്ലെന്ന് MV ജയരാജൻ പറഞ്ഞു. പയ്യന്നൂരിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ മാറ്റിയിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നുവെന്നും MV ജയരാജൻ കണ്ണൂർ വിഷൻ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കാലു പിടിച്ചു, പ്ലീസ് തിരികെ വരൂ, കണ്ണൂരിൽ ഞങ്ങളുടെ അടിവേര് മാന്തരുത് എന്നപേക്ഷിക്കുന്നത് ഈ ഭാഷയിലാണ്. ഈ ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതിയുടെ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം സമർപ്പിക്കുമെന്ന് സർക്കാർ ഉപസമിതി. പില്ലറിലും തുരങ്കത്തിലും പാത പോകുന്നത് ഗുണകരമാണെന്നാണ് ഉപസമിതിയുടെ വിലയിരുത്തൽ. ശ്രീധരൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം നടപ്പാക്കാൻ സാധിക്കുന്നതാണെന്നും ഉപസമിതി വിലയിരുത്തി. പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്നും ഉപസമിതി പറയുന്നു. ഇനി പാണക്കാട്ട് നിന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ ബംഗ്ലാദേശ് ആസ്ഥാനത്ത് നിന്നും കൂടി അനുമതി കിട്ടിയാൽ പാലം പണി തുടങ്ങുമായിരിക്കും. സംസ്ഥാന ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ മൂല്യനിർണ്ണയം നടത്താതെ വിട്ട ഗുരുതരമായ ക്രമക്കേടിൽ ആഭ്യന്തര വകുപ്പ് വിജിലൻസ് അന്വേഷണത്തിന് ഒരുങ്ങുന്നു. ഭരണഘടനാ സ്ഥാപനമായ PSCയുമായി ബന്ധപ്പെട്ട അഴിമതികളും വീഴ്ചകളും അന്വേഷിക്കുന്നതിന് നിയമപരമായ തടസ്സങ്ങളുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ ആഭ്യന്തര വകുപ്പ് നിയമോപദേശം തേടിയിട്ടുണ്ട്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആസൂത്രണം ചെയ്തു കേരളത്തിലെ മദ്യ ലോട്ടറി സംസ്ഥാനമാക്കിയ സാറന്മാരുടെ ബോർഡിലേക്കുള്ള പരീക്ഷയില്ലേ, അതിന്റെ മൂല്യം പേപ്പർ നോക്കാനിരിക്കുന്ന സാറിന് കൃത്യമായി അറിയാം. അതാണ് സേഷൽസ് സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത പരിസ്ഥിതി പുരസ്കാരമായ ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പുരസ്കാരം നൽകിയതിനെ പരിഹസിച്ച പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന് മറുപടിയുമായി ഇന്ത്യ. കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഖ്വാജ ആസിഫിന് മറ്റൊരു ജോലിയും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരം അസംബന്ധങ്ങൾ വിളിച്ചു പറയുന്നതെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് News 18 റിപ്പോർട്ട് ചെയ്തു. മോദിക്ക് ലഭിച്ച ബഹുമതിയെ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തത് എന്ന് പരിഹസിച്ച് ഖ്വാജ ആസിഫ് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ ശക്തമായ പ്രതികരണം. ഇവിടുത്തെ ജിഹാദികളോട് പാകിസ്ഥാനി പോടാ എന്ന് പറയുന്നത് പോലെ ലവനോട് മിക്കവാറും മലപ്പുറത്തോ ഇരാറ്റുപേട്ടയിലോ പോടാന്ന് പറയേണ്ടി വരും. 2ാം വിവാഹത്തിന് നാളുകൾക്കിപ്പുറം ആദ്യ ഭർത്താവിന്റെ വീട്ടിലെത്തി സ്വത്ത് ആവശ്യപ്പെട്ട യുവതിക്ക് ബന്ധുക്കളുടെ ക്രൂരമർദ്ദനം. മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ് യുവതി ക്രൂരമർദ്ദനത്തിന് ഇരയായത്. യുവതിയെ മാരകമായി ആക്രമിക്കുകയും വിവസ്ത്രയാക്കുകയും ചെയ്ത ശേഷം ചെരുപ്പ് മാലയണിയിച്ച് ഗ്രാമത്തിലൂടെ നടത്തിയെന്നാണ് പരാതി. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഈ വാർത്തയിൽ ഞാൻ ഇപ്പോഴും തിരിയുന്നത് ആ യുവതിയുടെ ഇപ്പോഴത്തെ ഭർത്താവിനെയാണ്. സാമന്ത താൻ ഗർഭിണിയാണെന്ന് വെളിപ്പെടുത്തുകയും താമസിയാതെ ഒരു പ്രസവാവധി എടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ദിവസങ്ങൾക്കു ശേഷം തന്റെ പുതിയൊരു തമിഴ് പ്രോജക്റ്റിന്റെ ടീസർ പങ്കുവച്ചിരിക്കുകയാണ് നടി. സോണി ലിവ് ഇന്ത്യയുടെയും സോണി ലിവ് തമിഴിന്റെയും ഇൻസ്റ്റാഗ്രാം പേജിലാണ് ബിഗ് അനൗൺസ്മെന്റ് സൂൺ എന്നെഴുതിയ സാമന്തയുടെ ചിത്രങ്ങളോടുകൂടിയ പോസ്റ്റ് പങ്കുവെക്കപ്പെട്ടത്. ഞങ്ങൾ പ്രത്യേകമായ ഒന്നിന്റെ ജോലികളിലാണെന്നും അതിന്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും പോസ്റ്ററൊപ്പം പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. മെറ്റേണിറ്റി ലീവിന് ഇൻസ്റ്റാ പോസ്റ്റിലൂടെ അപേക്ഷ നൽകുന്ന ട്രെൻഡിന് ഇവിടെ തുടക്കം കുറിക്കുന്നു.
തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച സൗജന്യ ബസ് യാത്രയ്ക്ക് പിന്നാലെ സ്ത്രീകളുടെ കൈവശമുള്ള തുച്ഛമായ പണം കൂടി KSFE വഴി ഖജനാവിലേക്ക് എത്തിക്കാൻ കോൺഗ്രസ് സർക്കാരിന്റെ പുതിയ നീക്കം. KSRTC ബസ്സുകളിലെ സൗജന്യ യാത്രയിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക നിക്ഷേപമായി മാറ്റാൻ പിങ്ക് ചിട്ടി ആരംഭിക്കുമെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പ്രഖ്യാപനത്തിനെതിരെ പരക്കെ ആക്ഷേപമുയരുകയാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് പ്രിയദർശിനി എന്ന പേരിൽ പ്രഖ്യാപിച്ച പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് നൽകിയ ആനുകൂല്യം മറ്റൊരു വഴിയിലൂടെ തിരികെ പിടിക്കാനുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ തന്ത്രമാണ് ഇതിന് പിന്നിലെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. അടുത്തതായി പൂക്കി പലിശയ്ക്ക് കൊടുക്കൽ പദ്ധതിയും വാദ്ര പണപ്പിരിവ് അഥവാ കളക്ഷൻ പദ്ധതിയും തുടങ്ങുമായിരിക്കും. ഇതോടെ ന്യൂസ് ചെക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുകയും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.